പാലാ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രതിനിധി റിയ ചിരാംകുഴിയുടെ പേര് പരിഗണിക്കുന്നു. നിലവിലെ ഉപാധ്യക്ഷ മായ രാഹുലിന് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പിന്തുണ നൽകാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. ഈ മാസം 19-നാണ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. അതേസമയം പാലാ നിയോജക മണ്ഡലത്തിലെ മൂന്നിലവ് പഞ്ചായത്തിൽ CPM പ്രതിനിധിയായ പ്രസിഡന്റിനെതിരെ UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പാലാ നഗരസഭയിൽ ഈ മാസം 19-ന് നടക്കുന്ന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ UDFുമായി അകന്ന നിലവിലെ ഉപാധ്യക്ഷ മായ രാഹുലിനെ പിന്തുണയ്ക്കാൻ LDF നേരത്തെ തന്നെ ധാരണയിലെത്തിയിരുന്നു. മായയ്ക്കൊപ്പം കോൺഗ്രസ് പുറത്താക്കിയ ലിസിക്കുട്ടി മാത്യുവിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കോൺഗ്രസ് അംഗം റിയ ചിരാംകുഴിയെ UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതായാണ് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം പാലായിൽ നടന്ന യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളായ ഫിൽസൺ മാത്യൂസ്, ബിജു പുന്നത്താനം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിൽ റിയയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ ആലോചിച്ചതായാണ് സൂചന. എന്നാൽ റിയ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടില്ല. ഇടതുപക്ഷം നിലവിലെ വൈസ് ചെയർപേഴ്സൺ മായ രാഹുലിനെ പിന്തുണയ്ക്കുന്ന പക്ഷം ഒഴിവ് വരുന്ന വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പുറത്താക്കിയ ടോണി തൈപ്പറമ്പലിനെയോ ബിജു മാത്യൂസിനെയോ ഇടതുപക്ഷം പിന്തുണച്ചേക്കും. ഏതായാലും ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളിലേക്ക് കേരള കോൺഗ്രസ് എമ്മും CPMും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്ന് മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് സാഹചര്യമുണ്ടായാൽ കോൺഗ്രസിലെ സെബാസ്റ്റ്യൻ പനക്കലിനെ മത്സരിപ്പിക്കാനാണ് UDF ആലോചിക്കുന്നത്. 26-അംഗ ഭരണസമിതിയിൽ UDFന് 9 പേരാണ് നിലവിലുള്ളത്. ഇടതുപക്ഷത്തെ 12 പേരും അവിശ്വാസത്തെ പിന്തുണച്ചതിന് കോൺഗ്രസ് പുറത്താക്കിയ 4 കൗൺസിലർമാരും കോൺഗ്രസ് വിമതയായ മായ രാഹുലും ചേരുമ്പോൾ മറുപക്ഷത്ത് ആകെ 17 പേരാകും. ഇതിനിടെ പാലാ നിയോജക മണ്ഡലത്തിലെ മൂന്നിലവ് പഞ്ചായത്തിൽ CPM പ്രതിനിധിയായ പ്രസിഡന്റിനെതിരെ UDF അവിശ്വാസ പ്രമേയാവതരണത്തിന് നോട്ടീസ് നൽകി. 14-അംഗ ഭരണസമിതിയിലെ 8 അംഗങ്ങൾ ഒപ്പിട്ടാണ് ഈരാറ്റുപേട്ട BDOയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത്. UDF 6, LDF 4, സ്വതന്ത്രർ 4 എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില. 2 സ്വതന്ത്ര അംഗങ്ങളുടെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഒരംഗത്തിൻ്റെയും പിന്തുണയോടെയാണ് ഇടതുപക്ഷം പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇടതുഭരണത്തെ പിന്തുണച്ചിരുന്ന കേരള കോൺഗ്രസ് അംഗം അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഈ മാസം 20-ന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ അധികാരത്തിലേറി 6 മാസം പിന്നിട്ടതോടെ പലയിടങ്ങളിലും പൊട്ടലുകളും ചിറ്റലുകളുമൊക്കെ പുറത്തു വന്നു തുടങ്ങി. പാലായിൽ UDFിൻ്റെ ചെയർപേഴ്സണെതിരെയായിരുന്നു അവിശ്വാസമെങ്കിൽ മൂന്നിലവിൽ അത് LDFിൻ്റെ പ്രസിഡന്റിനെതിരെയാണ്. വരുന്നാളുകളിൽ കൂടുതൽ ഇടങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ പ്രതീക്ഷിക്കാം. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.